Hello guys, it's me Sharon and welcome back to a special GOT GOAT video. Night of the Seven Kingdoms എപ്പിസോഡുകൾ നമ്മൾ അടിക്കടി കണ്ടും കേട്ടും വരുന്നൊരു കാര്യമായിരുന്നു ബ്ലാക്ക് ഫയർ റെബലിയൻ. എന്താണ് ഈ ബ്ലാക്ക് ഫയർ റെബലിയൻ എന്ന് പലർക്കും ഡൗട്ടായിരുന്നു അല്ലേ? ഇനിയിപ്പോൾ നേരം കളയണ്ട, ആ കാര്യം അങ്ങ് ക്ലിയർ ആക്കിയേക്കാം. ഇടയ്ക്കിടയ്ക്ക് വരുന്ന കൊച്ചു കൊച്ചു ഫ്ലാഷ് ബാക്സും ഈ റെബലിയനെ കുറിച്ച് സംസാരിക്കുന്നതൊക്കെ വെച്ച് ഒരു കാര്യം ഉറപ്പിക്കാം. രഹസ്യമായി ഈ ടീം ബ്ലാക്ക് ഫയർ റെബലിയൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വകുപ്പിന് പ്ലാൻ ഇടുന്നുണ്ട്. 3-ാം എപ്പിസോഡിൽ എഗ് ഇതിനെക്കുറിച്ചൊരു പാട്ട് തന്നെ പാടുന്നുണ്ട്. എക്സ്പ്ലനേഷനിൽ കൊടുങ്ങല്ലൂർ ബണിപ്പാടെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ, ഇതാണത്. പിന്നെ പ്രധാനമായി 5-ാം എപ്പിസോഡിൽ ഡങ്ക് ഒരു കുട്ടിയായിരുന്നപ്പോൾ ഈ യുദ്ധമൈതാനത്ത് നിൽക്കുന്ന ഒരു കൊച്ചു സീനും. ഷോയിൽ ഈ പറയുന്നതും കാണിക്കുന്നതുമെല്ലാം ആദ്യത്തെ ബ്ലാക്ക് ഫയർ കലാപത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചൊക്കെയാണ്. വെസ്റ്റ്രോസ് ലോകത്തിൻ്റെ ചരിത്രം മൊത്തത്തിൽ നോക്കിയാൽ ടോട്ടലി 5 കലാപങ്ങൾ ഇതുവരെ നടന്നിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ 4 മാത്രമാണ് ഡയമൺ ബ്ലാക്ക് ഫയർ 1-ാമനിൽ തുടങ്ങി അദ്ദേഹത്തിന് പിൻഗാമികൾ ഓരോരുത്തരായി നയിച്ച കൃത്യമായ ബ്ലാക്ക് ഫയർ കലാപങ്ങളായി കണക്കാക്കപ്പെടുന്നത്. അവസാനത്തേത് വാർ ഓഫ് ദ പെന്നി കിങ്സ് എന്നാണ് അറിയപ്പെടുന്നത്. സ്വതന്ത്ര നഗരങ്ങളിൽ നിന്നുള്ള 9 ശക്തരായ വ്യാപാരികളുടെ കൂട്ടം വെസ്റ്റ്രോസ് കീഴടക്കാൻ ശ്രമിച്ചതായിരുന്നു ആ യുദ്ധം. ഇത് ഡയമൺ ബ്ലാക്ക് ഫയർ ഫസ്റ്റിൻ്റെ പിൻഗാമിയായ മെയ്ലിസ് എന്ന അവസാന ബ്ലാക്ക് ഫയർ അവകാശിക്ക് വേണ്ടിയുള്ള ഒരു വാറായിരുന്നു. മൊത്തത്തിൽ എല്ലാ ബ്ലാക്ക് ഫയർ കലാപങ്ങളും കൂടി 64 വർഷത്തോളം നീണ്ടു നിന്നു. നൈറ്റ് ഓഫ് ദ സെവൻ കിങ്ഡംസിലെ സംഭവങ്ങൾക്ക് തൊട്ട് മുൻപ് തുടങ്ങി എയ്ഗൺ ദ 5th ടാർഗെറിയൻ്റെ മരണത്തിന് തൊട്ടു പിന്നാലെയാണ് ഇത് അവസാനിച്ചത്. ഈ എയ്ഗൺ 5th ടാർഗെറിയൻ ആരാ? നമ്മുടെ ഇപ്പോഴത്തെ ഉണ്ണിക്കുട്ടനായ എഗ്. ഈ കലാപങ്ങളെല്ലാം പിൻഗാമികളെ ചൊല്ലി ടാർഗെറിയൻ കുടുംബത്തിനുള്ളിൽ തന്നെ നടന്ന ആഭ്യന്തര യുദ്ധങ്ങളുടെ പരമ്പരയായിരുന്നു. ഹൗസ് ഓഫ് ദ ഡ്രാഗണിലെ റെനീറയും എയ്ഗൺ 2-ാമനും തമ്മിൽ നടന്ന ഡാൻസ് ഓഫ് ദ ഡ്രാഗൺസ് പോലെ തന്നെയാണിത്. ഒരു ടാർഗെറിയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകാരി നൈറ്റോ കിങ്ങോ വൈറ്റ് വാക്കറുകളോ അല്ലെന്ന് ഇത് വീണ്ടും തെളിയിക്കുന്നു. ടാർഗെറിയൻസ് മറ്റ് ടാർഗെറിയന്മാരാൽ കൊല്ലപ്പെടാനാണ് എല്ലായ്പ്പോഴും ഏറ്റവും കൂടുതൽ സാധ്യത. അതിപ്പോൾ ഡെനീറസിനോടും ജോൺസിനോടും ചോദിച്ചാൽ അവർ വ്യക്തമായി പറഞ്ഞുതരും. 7 കിങ്ഡംസിൽ നമ്മൾ കണ്ടത് എപ്പിസോഡ് എക്സ്പ്ലനേഷനിൽ പറഞ്ഞ പോലെ ആദ്യത്തെ ബ്ലാക്ക് ഫയർ കലാപത്തിൻ്റെ അവസാന യുദ്ധമായ ബാറ്റിൽ ഓഫ് റെഡ് ഗ്രാസ് ഫീൽഡ് കഴിഞ്ഞ ശേഷം ആ യുദ്ധഭൂമിയിലായി ഡങ്ക് തൻ്റെ സുഹൃത്ത് റെയ്ഫിനൊപ്പം ഓരോ സാധനങ്ങൾ തപ്പി നടക്കുന്നതാണ്. ഇത് നടന്നത് കിങ്സ് ലാൻഡിങ്ങിന് തൊട്ടടുത്താണ്. ആഷോഡ് മെഡോസിലെ ടൂർണമെൻറ്റിലുണ്ടായിരുന്ന മിക്ക മധ്യവയസ്കരും പ്രായമായവരുമായ പ്രഭുക്കന്മാരും നൈറ്റുകളും യുവാക്കളായിരുന്നപ്പോൾ ഈ യുദ്ധത്തിലോ അല്ലെങ്കിൽ ഈ ഫസ്റ്റ് കലാപത്തിലെ മറ്റു യുദ്ധങ്ങളിലോ പോരാടിയവരാണ്. ബെയ്ലറും മേക്കറും ഈ യുദ്ധത്തിലെ പ്രധാനികളായിരുന്നു. കാരണം യുദ്ധം ജയിക്കുന്നതിൽ അവർ നിർണായക പങ്ക് വഹിച്ചു. എന്നാൽ ഒരു കാര്യം, ഇത് കുടുംബത്തിനുള്ളിലെ മറ്റൊരു ടാർഗെറിയൻ ആഭ്യന്തര യുദ്ധമായിരുന്നെങ്കിലും ഇത് തുടങ്ങിയ സാഹചര്യം ഹൗസ് ഓഫ് ഡ്രാഗണിലെ റെനീറയുടെയും ഏഗൺ 2-ാമൻ്റെയും സാഹചര്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. ബ്ലാക്ക് ഫയർ കലാപത്തിൻ്റെ തുടക്കം എങ്ങനെയെന്ന് ചോദിച്ചാൽ പുറത്തു പറയാൻ കൊള്ളാത്തതാണ്. ഒരു കൂട്ടം ടാർഗെറിയന്മാർ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ലാത്ത സ്വന്തം ബന്ധത്തിലുള്ള മറ്റു ടാർഗെറിയൻസുമായി ബന്ധപ്പെട്ടതാണ് ഇതിന് കാരണം. പാരമ്പര്യം അനുസരിച്ച് കുടുംബത്തിനുള്ളിൽ തന്നെ ബന്ധങ്ങൾ നിലനിർത്തുന്ന കാര്യത്തിൽ വലിയ തൽപരകക്ഷികളാണ് ഇവരെല്ലാം. എല്ലാം തുടങ്ങുന്നത് ബെയ്ലർ 1-ാമൻ, ബെയ്ലർ ദ ബ്ലസ്ഡ് എന്ന രാജാവിലൂടെയാണ്. ഒറിജിനൽ ഗെയിം ഓഫ് ത്രോൺ സീരീസിൽ സെഴ്സി തകർത്ത ഗ്രേറ്റ് സെപ്റ്റ് നിർമ്മിച്ചത് ഇദ്ദേഹമാണ്. അദ്ദേഹം ഒരു മതഭ്രാന്തനായിരുന്നു. തൻ്റെ സഹോദരിയും ഭാര്യയുമായ ഡേനയെ ശാരീരികമായി ബന്ധപ്പെടാൻ അദ്ദേഹം വിസമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം അവരുടെ വിവാഹം റദ്ദാക്കുകയും തൻ്റെ 3 സഹോദരിമാരെയും റെഡ് കീപ്പിലെ മെയ്ഡൻ വോൾട്ട് എന്ന മുറിയിൽ പൂട്ടിയിടുകയും ചെയ്തു. ഇത് റോയൽ സെപ്റ്റിന് തൊട്ടു പിന്നിലായി റെഡ് കീപ്പിൻ്റെ ഉള്ളിലെ ഭാഗത്താണ്. ബ്ലാക്ക് വാട്ടർ യുദ്ധസമയത്ത് സെഴ്സി ഈ ഒരു മുറിയിൽ ഇരിക്കുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെ പൂട്ടിയിട്ടതിൻ്റെ കാരണം തൻ്റെ ഭൗതിക ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ബെയ്ലർക്ക് സഹോദരിമാരോട് ലൈംഗിക താല്പര്യം തോന്നാതിരിക്കാനായിരുന്നു. സഹോദരിമാർ ഇതിനെ തീർത്തും വെറുത്തു. ബെയ്ലറുടെ വൈഫും മുൻ രാജ്ഞിയുമായ ഡേന എന്ത് ചെയ്തു? മേഗർ കിങ് റെഡ് കീപ്പിൽ നിർമ്മിച്ച രഹസ്യ തുരങ്കങ്ങൾ വഴി രക്ഷപ്പെടുകയും ബെയ്ലറുടെ കസിനായ എയ്ഗൺ ദ 4th ബന്ധപ്പെടുകയും ചെയ്തു. ക്രൗൺസ് ലാൻഡിൽ ജനിക്കുന്ന ബാസ്റ്റേഡുകളെ, അതായത് അവിഹിത സന്തതികളെ വാട്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഈ ഒരു അവിഹിതത്തിൽ ഡേനയ്ക്കുണ്ടായ കുട്ടിയാണ് ഡെയ്മൺ വാട്ടേഴ്സ്. എന്നാൽ ആ സമയത്ത് കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ ഈ ഡേന തയ്യാറായില്ല. ഇങ്ങനൊരു സംഭവം നടന്നതോടെ മനംതൊന്ന് ബെയ്ലർ നിരാഹാരം അനുഷ്ഠിക്കുകയും അതോടുകൂടി അദ്ദേഹത്തിൻ്റെ മരണത്തിന് തന്നെ കാരണമാവുകയും ചെയ്തു. ബെയ്ലർ 1-ാമന് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിൻഗാമികളില്ലാത്തതിനാൽ സിംഹാസനം അദ്ദേഹത്തിൻ്റെ മാതുലനായ വിസേറിസ് 2-ാമന് ലഭിച്ചു. ഹൗസ് ഓഫ് ദ ഡ്രാഗണിൽ നാം കണ്ട റെനീറയുടെയും ഡെയ്മണിൻ്റെയും ഏറ്റവും ഇളയ മകനാണ് വിസേറിസ് ദ 2nd. ഇപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് നല്ല പ്രായമൊക്കെ ആയിരുന്നു വിസേറിസിന്. കിരീടം ധരിച്ച് 1 വർഷത്തിനുള്ളിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഇതോടെ അധികാരം അദ്ദേഹത്തിൻ്റെ മകനായ എയ്ഗോൺ 4-ാമന് ലഭിക്കുകയും ചെയ്തു. മുന്നേ ഡേന അവിഹിതത്തിലേർപ്പെട്ട് ഡെയ്മൺ വാട്ടേഴ്സിന് ജന്മം നൽകാൻ കാരണമായ അതേ എയ്ഗൺ ദ 4th. ഈ മൂപ്പരാണ് എയ്ഗോൺ ദ അൺവർത്തി എന്ന് വിളിക്കപ്പെട്ടത്. ഒരു വലിയ പാർട്ടി പ്രേമിയായിരുന്നു ഇദ്ദേഹം. വളരെ മോശമായ രാജാവും. എയ്ഗൺ 4-ാമൻ അധികാരമേൽക്കുമ്പോൾ തന്നെ അദ്ദേഹം തൻ്റെ സഹോദരിയായ നേരീസിനെ വിവാഹം കഴിച്ചിരുന്നു. അവർക്ക് ഡെയ്റൻ എന്നൊരു മകനുമുണ്ടായി. ഈ ഡെയ്റനാണ് പിൽക്കാലത്ത് ഡെയ്റൻ ദ 2nd ആവുന്നത്. കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിക്ക് പറഞ്ഞാൽ
നൈറ്റ് ഓഫ് ദ സെവൻ കിങ്ഡംസിലെ ബെയ്ലറുടെയും മേക്കറുടെയും പിതാവും എഗ്ഗിൻ്റെ മുത്തച്ഛനും. ഇതിനിടയിൽ ഏഗൺ മറ്റ് ധാരാളം ടാർഗറിയൻ ബാസ്റ്റേഡുകൾക്കും ജന്മം നൽകി. അവരിൽ പ്രധാനപ്പെട്ടവരെ ഗ്രേറ്റ് ബാസ്റ്റേഡ്സ് എന്ന് വിളിക്കുകയും ചെയ്തു. ചിലരൊക്കെ തൻ്റെ സന്തതികളാണെന്ന് ഏഗൺ പരസ്യമായി അംഗീകരിച്ചിരുന്നു. എന്നാൽ മറ്റുള്ളവരെ മക്കളാണെന്ന കാര്യം സാമ്രാജ്യത്തിൽ പരസ്യമായൊരു അറിവായിരുന്നു. അവരിൽ പ്രധാനപ്പെട്ടവരെ നോക്കിയാൽ ഡെയ്മൺ വാട്ടേഴ്സ്, എയ്ഗോണിൻ്റെ കസിൻ ഡേനയിലുണ്ടായ മകൻ. എയ്ഗോർ റിവേഴ്സ്, ബീറ്റർ സ്റ്റീൽ എന്നറിയപ്പെടും. അമ്മ ബാർബറ ബ്രാക്കൻ. ഇദ്ദേഹത്തെ നൈറ്റ് ഓഫ് ദ സെവൻ കിങ്ഡംസിൻ്റെ വരും സീസണുകളിൽ നാം കാണാം. പിന്നുള്ളത് ബ്രണ്ടൻ റിവേഴ്സ്, ബ്ലഡ് റേവൻ, ത്രീ ഐഡ് റേവൻ എന്നിങ്ങനെ 2 വിളിപ്പേരുകൾ. അമ്മ മെലിസ ബ്ലാക്ക്വുഡ്. ഇദ്ദേഹത്തെയും നാം വരും സീസണുകളിൽ കാണും. കാരണം പിന്നീടുള്ള ബ്ലാക്ക് ഫയർ കലാപങ്ങളിലും ഇദ്ദേഹം നിർണായകമാണ്. എയ്ഗൺ 4ാമത്തെ മക്കളായ മയ, ഗ്വിനിസ് എന്നീ 2 സഹോദരിമാർ. ഇവരുടെ അമ്മയും മെലിസ ബ്ലാക്ക്വുഡ് ആയിരുന്നു. ഷീറ സീസ്റ്റാർ, അമ്മ സെറീൻ ഓഫ് ലിസ്. ഇതുകൂടാതെ അദ്ദേഹം പരസ്യമായി അംഗീകരിക്കാത്ത മറ്റ് 9 ബാസ്റ്റേഡുകൾ കൂടി ഉണ്ടായിരുന്നു. ഡെയ്മൺ വാട്ടേഴ്സിന് 12 വയസ്സുള്ളപ്പോൾ, അതായത് നമ്മുടെ ഷോയിലെ ഉണ്ണിക്കുട്ടൻ്റെ അതേ പ്രായം, ആ സമയത്ത് അവൻ ഒരു സ്ക്വയർ ടൂർണമെൻറ്റ് വിജയിച്ചു. ഇതിന് പാരിതോഷികമായി എയ്ഗൺ രാജാവ് അവൻ എയ്ഗൺ ദ കോൺകററുടെ വലേറിയൻ വാളായ ബ്ലാക്ക് ഫയർ സമ്മാനിച്ചു. അതുവരെ രാജാക്കന്മാർ മാത്രം കൈവന്നിരുന്ന രാജഭരണത്തിൻ്റെ പ്രതീകമായിരുന്നു ആ ഒരു വാൾ. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ സമ്മാനിച്ചുകൊണ്ട് തന്നെ തൻ്റെ നിയമപരമായ മകൻ ഡെയ്റണിന് പകരം ഡെയ്മൺ അടുത്ത രാജാവാകുമെന്ന് എയ്ഗൺ ആഗ്രഹിക്കുന്നെന്നുള്ളൊരു സൂചനയായി എല്ലാവരും ഇതിനെ കണ്ടു. 12ാം വയസ്സിൽ വാൾ ലഭിച്ചപ്പോൾ വാളിൻ്റെ പേര് ആസ്പദമാക്കി ഡെയ്മൺ തൻ്റെ പേരിനൊപ്പം ബ്ലാക്ക് ഫയർ എന്ന പേര് സ്വീകരിച്ചു. അങ്ങനെ ഡെയ്മൺ ബ്ലാക്ക് ഫയറായി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മരണക്കിടക്കയിൽ വെച്ച് എയ്ഗൺ 4ാമൻ തൻ്റെ എല്ലാ ബാസ്റ്റേഡുകൾക്കും നിയമസാധുത നൽകി. ഈ പ്രവൃത്തിയിലൂടെയാണ് ഡെയ്മണിന് ഹൗസ് ബ്ലാക്ക് ഫയർ നിയമപരമായി സ്ഥാപിക്കാൻ കഴിഞ്ഞത്. ഡെയ്റൺ ദ സെക്കൻഡ് അങ്ങനെ സിംഹാസനം ഏറ്റെടുത്തു. കിങ് ഡെയ്റൺ സെക്കൻഡായി മാറി. ഡെയ്മണിനെയും മറ്റ് ബാസ്റ്റേഡുകളെയും നിരീക്ഷിക്കാൻ വേണ്ടി ഡെയ്റൺ അവർക്ക് കിങ്സ് ലാൻഡിങ്ങിന് തൊട്ടടുത്തുള്ള സ്ഥലം നൽകി. ഡെയ്മൺ ബ്ലാക്ക് ഫയറിനുള്ളിൽ ഒരു ഭയമുണ്ടായിരുന്നു. കിങ് ഡെയ്റണിന് സംഘവും തനിക്കെതിരെ പ്രവർത്തിക്കുമോ എന്ന്. അത് പിൽക്കാലത്ത് ശരിയായി തീരുകയും ചെയ്തു. തുടർന്നുള്ള വർഷങ്ങളിൽ ഡെയ്മണിൻ്റെ പ്രശസ്തി വർദ്ധിച്ചു. അദ്ദേഹം ഒരു മികച്ച പോരാളിയെ അറിയപ്പെട്ടു. എയ്ഗൺ ദ കോൺകററെ പോലെ തന്നെ മികവുറ്റതായി ലോകം കാണാൻ തുടങ്ങി. അതേസമയം ഡെയ്റൺ 2ാമൻ്റെ പ്രശസ്തി കുറഞ്ഞു വന്നു. ഇതിനിടയ്ക്ക് കൂനിന്മേൽ കുരു പോലെ ഡെയ്റൺ ഒരു ബാസ്റ്റേഡാണെന്ന കിംവദന്തികൾ പരന്നു. എയ്ഗൺ 4ാമൻ തൻ്റെ ഭാര്യ നെയ്റസിനെ വെറുത്തിരുന്നതിനാൽ ഡെയ്റൺ സത്യത്തിൽ മൂപ്പരുടെ അനിയനായ എയ്മൺ ടാർഗറിൻ്റെ മകനാണെന്ന് ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങി. ഇതുമൂലം സംഭവിച്ചൊരു കാര്യം, ഇതിനെതിരെ സംസാരിച്ചൊരു പ്രഭുവിനെ എയ്മൺ ഡ്രാഗൺ നൈറ്റ് ട്രയൽ ബൈ കോമ്പാറ്റിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് തൻ്റെ സഹോദരിയുടെ മാനം സംരക്ഷിച്ചു. അതുകൊണ്ട് പിന്നീടാരും ഇത് പരസ്യമായി ചോദിച്ചില്ല. പക്ഷേ ഗോസിപ്പുകൾക്ക് അന്ത്യമില്ലല്ലോ. എയ്ഗൺ രാജാവിൻ്റെ പിൻഗാമിയുടെ കാര്യത്തിൽ സംശയം അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ രാജ്യത്തെ സാഹചര്യം മോശമായിക്കൊണ്ടിരുന്നു. ഡെയ്മൺ ബ്ലാക്ക് ഫയർ എപ്പോഴാണ് കലാപം തുടങ്ങാൻ തീരുമാനിച്ചതെന്നോ എങ്ങനെയാണ് ആദ്യ യുദ്ധം തുടങ്ങിയെന്നോ കൃത്യമായ പരാമർശമില്ല. ഷോയുടെ വരും സീസണുകളിൽ ഫ്ലാഷ് ബാക്കുകളിലൂടെ നമുക്കിത് ലഭിക്കുന്നു കരുതാം. എന്തായാലും രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. എന്നിരുന്നാലും ബാസ്റ്റേഡ്സ് എല്ലാം ഡെയ്മണൊപ്പം നിന്നില്ല. ചിലർ, ഉദാഹരണത്തിന് ബ്ലഡ് റേവൻ എന്ന ബ്രണ്ടൻ റിവേഴ്സ്, ഡെയ്റൺ രാജാവിൻ്റെ പക്ഷത്തായിരുന്നു. 7 കിങ്ഡംസിലെ ഒരു ഫ്ലാഷ് ബാക്ക് സീനിൽ ഡങ്ക് യുദ്ധഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ബ്ലാക്ക് ഫയർ ലെതറുകൾ തിരിച്ചു കൊടുത്തിട്ട് ബ്ലാക്ക് ഫയറിന് ഇനി ഒരു വിലയുമില്ലെന്ന് പറയുന്ന ഒരു സീൻ നമ്മൾ കണ്ടിരുന്നില്ലേ? അവരുടെ ചിഹ്നവും സ്വന്തമായ നാണയവും സിജിലുകളുമൊക്കെ കലാപത്തിന് തുടക്കത്തിൽ തന്നെ ഡെയ്മൺ ബ്ലാക്ക് ഫയർ നിർമ്മിച്ചിരുന്നു. 4 കാലുകളുള്ള ഒരു ഡ്രാഗനായിരുന്നു അവരുടെ മുദ്ര. ബ്ലാക്ക് ഫയർ ബാനർ റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ കറുത്ത ഡ്രാഗനായിരുന്നു. കിങ് ഡെയ്റൻ്റേത് നോക്കിയാൽ കറുത്ത പശ്ചാത്തലത്തിൽ 2 കാലുകളുള്ള ചുവന്ന ഡ്രാഗൻ. ആദ്യ റബലിയൻ 1 വർഷമേ നീണ്ടു നിന്നുള്ളൂ. അവസാന യുദ്ധമായ ഡെഡ് ഗ്രേവ്സ് ഫീൽഡിൽ ഡെയ്മൺ ബ്ലാക്ക് ഫയർ ബ്ലഡ് റാവൺ എന്നറിയപ്പെടുന്ന ബ്രണ്ടൻ റിവേഴ്സിൻ്റെ കീഴിലുള്ള വില്ലാളികളുടെ വില്ലുകളാൽ കൊല്ലപ്പെട്ടു. ബ്രണ്ടൻ്റെ മുഖത്ത് ജന്മന കാക്കയെ പോലെ തോന്നിക്കുന്ന ഒരു പാടുള്ളതുകൊണ്ടാണ് ബ്ലഡ് റാവൺ എന്ന പേര് ലഭിച്ചത്. ഭാവി കാണാൻ കഴിയുന്ന ഒരു ഗ്രീൻ സിയർ ആണ് അദ്ദേഹം. ഡെയ്മൺ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഇരട്ടക്കുട്ടികൾ വാളെടുത്ത് പോരാടാൻ നോക്കിയെങ്കിലും അവരും കൊല്ലപ്പെട്ടു. ബിറ്റർ സ്റ്റീൽ ബ്ലഡ് റാവൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെടുത്തുകയും വാളുമായി എസോസിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. ബെയ്ലറും മേക്കറും ചേർന്ന് നടത്തിയ പിൻസർ അറ്റാക്ക്, 2 ഭാഗത്തു നിന്നുള്ള ആക്രമണം, അതായിരുന്നു യുദ്ധം ജയിപ്പിച്ചത്. അതുകൊണ്ടാണ് അവരെ ഹാമർ ആൻഡ് ആൻവിൽ എന്ന് വിളിക്കുന്നത്. അതിജീവിച്ചവർ എസോസിൽ പോയി ഗോൾഡൻ കമ്പനി രൂപീകരിച്ചു. അവരുടെ യുദ്ധകാഹളം വാർക്രൈ എന്നുള്ളത് ബിനീത് ദ ഗോൾഡ്, ദ ബിറ്റർ സ്റ്റീൽ എന്നതായിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ മറ്റു കലാപങ്ങൾ നടന്നു. 2ാമത്തെ കലാപം സീസൺ 3 നമ്മൾ കാണും. ഡെയ്മൺ ബ്ലാക്ക് ഫയറിൻ്റെ മകൻ ഡെയ്മൺ 2ാമനായിരുന്നു അത് നയിച്ചത്. 3ാമത്തെ കലാപം നടക്കുമ്പോൾ എഗ്ഗിന് ഏകദേശം ഒരു 20 വയസ്സുണ്ടാകും. അപ്പോഴും ഉണ്ണിക്കുട്ടൻ രാജാവായിട്ടില്ല. 2 വർഷം കഴിഞ്ഞുള്ള 4ാമത്തെ റെബലിയൻ നടന്ന ശേഷം പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് 5ാമത്തെ കലാപം അരങ്ങേറുന്നത്. വാർ ഓഫ് ദ 9 പെന്നി കിങ്സ് നടക്കുമ്പോൾ റൈഗാർ ടാർഗറിയൻ 1 വയസ്സുള്ള കുഞ്ഞായിരുന്നു.
ഇത്രയും പൊട്ടൻഷ്യലുള്ള ബ്ലാക്ക് ഫയർ റെബലിനെ കുറിച്ച് ഒരു ഷോ HBO Max ഇതുവരെ ഇറക്കാഞ്ഞത് ഒരു പക്ഷേ നൈറ്റ് ഓഫ് ദ സെവൻ കിങ്ഡംസിലൂടെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നിരിക്കാം. എന്തായാലും വരും സീസണുകളിൽ നമുക്ക് കൂടുതൽ ഇതേക്കുറിച്ച് കാണാം. ഇപ്പോൾ തന്നെ സീസൺ ഫിനാലയിൽ ലയണൽ ബെറാത്തിയോണും ഒന്ന് ടീസ് ചെയ്യുന്നുണ്ട്. വലിയ യുദ്ധം വരാൻ പോവുകയാണെന്നും നമ്മളൊന്നിച്ചാൽ ശക്തരാകുമെന്നൊക്കെ ഡങ്കിനോട് പറഞ്ഞുകൊണ്ട്. ഇത് പറഞ്ഞ് 2 കൊല്ലത്തിലെത്തുമ്പോഴാണ് സെക്കൻഡ് ബ്ലാക്ക് ഫയർ റെബലിയൻ തുടങ്ങാൻ പോണത്. അപ്പോൾ ഫാം എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ? കുറേ കുടുംബക്കാരുടെ പേരുകളും അതെല്ലാമായിട്ടുള്ള ലിങ്കുകളും ഒക്കെ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് പിടികിട്ടാൻ ചിലപ്പോൾ 2 വട്ടമൊക്കെ കണ്ട് മനസ്സിലാക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. എന്തായാലും നൈറ്റ് ഓഫ് ദ സെവൻ കിങ്ഡം സീസൺ 2 2027 വരും. ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 3 ജൂണിൽ തുടങ്ങും. അപ്പോൾ വെസ്റ്ററോസ് ലോകം നമ്മെ വിട്ട് പെട്ടെന്ന് പോകില്ലെന്ന വിശ്വാസത്തിൽ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ ഡിയർ.